വെള്ളം വെള്ളം വരുന്നു. എന്ത് കറിയാണ് ഇന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്റെ വാപ്പി കൊടുക്കാനാണ് ഇമ്മാതിരി എരി വിട്ടി വെച്ചിരിക്കണേ. ഇന്നലെ ഇക്ക കറിയിൽ എരിവില്ലാന്നും പറഞ്ഞ എന്റെ തലയിൽ എടുത്തൊഴിച്ചത്. അതിന് പകരം വീട്ടിയാണോ നീ ഇത്? അയ്യോ അല്ല, മനുഷ്യനെ കൊല്ലാനാണോ നായന്റെ മോളെ തിളച്ചോളം തന്നിരിക്കണത്? ഒരാഴ്ച ക്ഷമിക്കേട്ടാ, അടുത്ത ആഴ്ച വാടക എങ്ങനെയെങ്കിലും തന്നോളാം. നീ എങ്ങനെ തരുന്ന പറയണത്? 1-2 മാസത്തെ വാടകയല്ല, 5 മാസത്തെ വാടകയാണ് തരാനുള്ളത്. ചേട്ടൻ ഇപ്പൊ ചെല്ലേ, അടുത്ത ആഴ്ച ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം. പ്ലീസ് ഏട്ടാ. പെണ്ണൊളിച്ചോടിപ്പോ തുടങ്ങി മക്കൾക്ക് കാവലിരിക്കല്ലേ, പിന്നെ എങ്ങനെ കാശുണ്ടാവണ? അടുത്ത ആഴ്ച തന്നല്ലെങ്കിൽ കൂടും കൊടുക്കെടുത്ത് ഇറങ്ങാൻ റെഡിയാക്കോ? ആ എങ്ങട്ടാ? മക്കള് മിഠായി മേടിച്ചോട്ടാ. പൊന്നു ഇങ്ങോട്ട് വാടി. നീ എന്തിനാ കാശ് മേടിക്കാൻ പോണേ? അതിനെന്താ, നമ്മുടെ മൂത്താപ്പല്ലേ. ഒരു മൂത്താപ്പ. എന്താണ് തേച്ച് കഴിഞ്ഞാ? ആ കഴിഞ്ഞു. ഇങ്ങനെ ഷർട്ട് വെക്കാ? ഇങ്ങനെ ഷർട്ട് കേടായോണ്ട് ചൂടില്ലാനിട്ടിക്ക. ചൂടിന് നോക്ക്, ചൂടിന് നോക്ക്. ആറാൻ പറഞ്ഞോളൂ, ഇന്നത്തെ ദിവസം അങ്ങോട്ട് പോയി. ഹലോ, നിന്റെ വാപ്പയില്ലടി അവിടെ? ഉമ്മ. ഉമ്മേ? ആരുടെ ഉമ്മ? നീ ഫോണാ നാറിക്ക് കൊടുക്കടി. ഉപ്പ. ഉപ്പ. ആരാ മോളെ? ഉമ്മയാ. തന്റെ ഒരു അല്ലോ, തന്നോട് പറഞ്ഞ പണത്തിന്റെ കാര്യം എന്തായി? എന്റെ കയ്യിൽ എവിടെ നിന്ന് പാസില്ല ഇത്രയും കാശ്? ഇവിടെ നമ്മുടെ മക്കളുമായി ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുക. വീടിന്റെ വാടക കൊടുത്തിട്ട് എന്നെ മാസം 5 ആയി. തന്റെ പഞ്ഞക്കണക്കാക്കാല ഞാൻ വിളിച്ചത്. ഞാൻ ചോദിച്ച പണം 2 ദിവസം തന്നില്ലെങ്കിൽ പിന്നെ ചോദിക്കുന്നത് ഞാനായിരിക്കില്ല. അത് താൻ മറക്കണ്ട. നിനക്ക് ധൈര്യണ്ട്, ഞാനൊക്കെ പോയി പണിയൊക്കെ പറഞ്ഞേനെ. നിനക്കതൊക്കെ പറയാം. അവള് വല്ല കേസിന് പോയത് പേടിച്ചിട്ടാ ഞാനൊന്നും പറയാത്ത. കേസിന് പോയ നിനക്കെന്താ? ഓടിപ്പോയ പെണ്ണിന് ചെലവിന് കൊടുക്കാൻ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അതില്ല, കുട്ടികളെ അവൾക്കൊപ്പം വിടാൻ വല്ല വിധി വന്നാലോ, അതാണ് എന്റെ പേടി. ഹലോ. ഹലോ, പിള്ളമോളവിടെ? ഉപ്പാ. ഉപ്പാ. ഹലോ മോനെ, ഉമ്മാക്ക് തീരെ സുഖമില്ല. മക്കളൊക്കെ ഒന്ന് കാണുന്ന പറഞ്ഞ് ഉമ്മ ഭയങ്കര കരച്ചില്ല. അതിനെന്തുപ്പാ, പക്ഷെ ഞാനവരെ കൊണ്ടുവരാലോ. എന്നാ ശരി മോനെ. ഒന്നവിടെ വരെ പോണെങ്കിൽ വണ്ടിക്കാശ് പോലും ഇല്ലല്ലോ പടസറപ്പേ. ഞാൻ ആരെങ്കിലും കടം കിട്ടുമോ നോക്കട്ടെ. നീ എന്താ പറയണ മനാഫേ? വാടകരാളതിന് 3-4 ദിവസം അവധി പറഞ്ഞിട്ട് ഇപ്പൊ അതും കഴിഞ്ഞു. നിനക്ക് തരാൻ പറ്റിയിട്ടുണ്ട്? അത്രയ്ക്ക് അത്യാവശ്യമായിട്ടാ. പാസിലാടെ ഉപ്പ വിളിച്ചിരുന്നു, ഉമ്മാക്ക് വയ്യാന്നും പറഞ്ഞു. നിനക്ക് നാണമില്ലടോ മനാഫേ? പശുവും ചേർത്ത് മോരിലെ പുളിയും തീർന്നു, എന്നിട്ട് നീ ഇങ്ങനെ. എന്നാ പിടിക്ക്, എല്ലാം കൂടി ഒരാഴ്ചക്കുള്ളിൽ തന്നോളണം, കേട്ടല്ലോ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.
വല്യമ്മ വല്യമ്മ വല്യമ്മയുടെ കുട്ടികൾ വന്നാ എന്തിതുവരെ ഒന്ന് വരാതിരുന്ന? ഇപ്പൊ അവര് വന്നില്ലേ, ഇനി നീ ആ കഞ്ഞി കുടി. ഞാൻ കോരിത്തരാം. മോനെ, നിങ്ങൾക്കിന്ന് പോവണ്ടാലോ? പോണം. ഒരു പലിശക്കാരൻ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ മക്കളൊരു ദിവസം ഇവിടെ നിൽക്കട്ടെ, അവൾക്കൊരു സമാധാനം ആവുമല്ലോ. അതൊന്നും ശരിയാവില്ല. ഫാസിലെങ്ങാനും വന്നാൽ അതാകെ പ്രശ്നമാവും. നാളെ ആരാ ഉണ്ടാവാന്ന് അറിയില്ലല്ലോ. ആ പലിശ കറക്റ്റ് ആയിരിക്കണം. ഓ ആയിക്കോട്ടെ. വീഴ്ച എങ്ങനെ വന്നാൽ ഇല്ല, വരുത്തില്ല വരുത്തില്ല. കയ്യില് പതുക്കെ അടിക്കേ. മക്കളെ ഇവിടെ ഒന്ന് കളിച്ചാട്ടാ, ഞങ്ങൾ ആസ്പത്രിയിൽ പോയിട്ട് പെട്ടെന്ന് വരേ. അടുക്കളയിൽ ചോറും കറിയും വെച്ചിട്ടുണ്ട്, മക്കളെടുത്ത് കഴിച്ചോട്ടാ. ഇന്നും കുടിച്ചു അല്ലേ? അയ്യോ വിടിക്ക. ആ ആ ആ, അയ്യോ ആ, 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 ആ ഹായ് മൂത്താപ്പ. ഇത്താത്ത ദേ മൂത്താപ്പ. നിങ്ങളിതെപ്പോ വന്നു? ഞങ്ങൾ ഇന്നലെ വന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. നമ്മള് മിഠായി മേടിച്ചോ? പൊന്നു വേണ്ട. ഒന്ന് പോയി താത്ത, മൂത്താപ്പയല്ലേ. ഇത്താത്ത ഞാൻ ഡയറി മിൽക്ക് വാങ്ങിച്ചിട്ട് വരാട്ടാ. എന്താ നിന്റെ മുഖത്തൊരു ദേഷ്യം? ഒന്നുമില്ല. തൊട്ട് പോവരുത്. മൂത്തപ്പ ഞാൻ നോക്കില്ല. അവനൊന്ന് വാടക തീർത്തരാന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ വീട് ഒഴിയാൻ പറയാ? അവൻ തരാനൊന്നും പോണില്ല. എവിടെ നിന്ന് ഇട്ടിട്ട് തരാനാ? ഇന്നലെ രാത്രി അവന്റെ കയ്യിൽ 10,000 രൂപ പലിശയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ തനിക്ക് തരാനായിരിക്കും. താനിപ്പോ എന്തിനാ അവന് കാശ് കൊടുക്കാൻ പോയത്? അതിന്റെ തൊഴിലാണ്. നിങ്ങൾ തമ്മിൽ പ്രശ്നം ഞാൻ നോക്കേണ്ട കാര്യമില്ല. മോഹന, മോഹന, അവൻ പിണങ്ങി പോവാണ് തോന്നുന്നു. അവൻ പോണെങ്കിൽ പോട്ടെ, തനിക്ക് ചെയ്യാൻ പറ്റുമോ? അവൻ വാടക തന്നാലോ? അപ്പൊ നീ വീട് വിൽക്കണെന്ന് പറയണം. ഞാൻ ശ്രമിക്കാം. ഏതായാലും ഞാൻ മോഹൻ്റെ അടുത്തേക്കൊന്ന് പോട്ടെ. അവൻ പിണങ്ങി പോയതാവും. ആ പെണ്ണുങ്ങളെ കാണുമ്പോ ഇളക്കാം. കഴിവാറി എന്റെ കൊച്ചേ തോട്ടാ, എന്റെ കഴിഞ്ഞാൻ പറ്റും. അടി എടാ മനാഫേ, നീ എന്ത് പണിയാടാ കാണിക്കുന്നത്? കടം വാങ്ങിയത് വാടകയും ഇന്നലെ കൊണ്ടുതരാമെന്ന് പറഞ്ഞതല്ലേ? ചേട്ടാ, ഞാൻ ഇന്നലെ വളരെ വഴികെ വന്നത്. ചേട്ടന് തരാനുള്ള പൈസ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓ, അപ്പൊ ഞാനിങ്ങോട്ട് വരാൻ കാത്തിരുന്നാണല്ലേ? അപ്പോ ഞായറാഴ്ച വീട് പറയാൻ നോക്കി. ചേട്ടൻ എന്തേ പറയണത്? ഞാൻ വാടക ഇപ്പൊ തന്നല്ലേ. വാടകയല്ല പ്രശ്നം, ഈ വീട് ഞാൻ കച്ചവടമാക്കി. നീ പെട്ടെന്ന് മാറാൻ നോക്കിയോ. ചേട്ടാ, ഈ പൈസ ഞാൻ പലിശക്ക് എടുത്താന്നാണ് ചേട്ടാ. ഈ പെൺകുട്ടിയോട് ഞാൻ എങ്ങോട്ട് പോവാനേട്ടാ? അതൊന്നും എനിക്കറിയണ്ട. ഞായറാഴ്ച വീട് കലയാക്കി തന്നെ. മോനൊന്നും തോന്നരുത്. ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ അത് ശരിയാവൂല. എപ്പോഴാ ഫാസിലിയൻ സലാം വരാന്നറിയില്ല. എന്നാ ശരി, പോട്ടെ.
വാ മോനെ. ഞാനിപ്പോൾ എന്താടാ ചെയ്യാ? തലക്കാലം സാധനങ്ങളൊക്കെ തറവാട്ടി കൊണ്ടേക്ക്, വേറെ വീട് കിട്ടിയിട്ട് നമുക്ക് എടുക്കാലോ. മോനെ ഇതേ ഉമ്മ, എങ്ങോട്ടാണാവോ ഇതൊക്കെ കൊണ്ട്? ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. പിന്നിപ്പോ എന്താണാവോ ഇതൊക്കെ കൊണ്ട്? ഉമ്മ, ഞാനതൊക്കെ കൂടെ ഒന്ന് വെക്കട്ടെ. അപ്പൊ ആ വാടക വീട്ടിൽ നിന്നും പുറത്താക്കി. ഉമ്മ, പിള്ളേരൊന്ന് നിൽക്കട്ടെ, ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോയിക്കോളാം. ഇതിനൊക്കെ ഇവിടെ നിർത്തിയിട്ട് ആര് നോക്കാനാ? നോക്കിക്കോളാം. ഇക്കില്ലാത്ത ഭാഗ്യായി, അല്ലെങ്കിൽ കാണായിരുന്നു. വായ തുറക്ക്. പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല, അപ്പയ്ക്കും വന്ന് വായി നോക്കിക്കൂ. ഞങ്ങൾക്കും വിശക്കണു. മക്കള് വാ, ഞാൻ ചോറ് തരാം. നീ നാളെ തന്നെ അവനോട് പൈസ തരാൻ പറഞ്ഞു. നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ മധുരയ്ക്ക് പോവാണ്. അതിനെന്താ, നിന്റെ ശിഷ്യനല്ലേ നിൽക്കണേ? അവൻ ഉണ്ടാവും. ആ, അത് ഞാൻ ഡീൽ ചെയ്തോണ്ട് അവനോട് പറ. നാളെ നീ ആ, അത് ഞാൻ ചെയ്തോണം. നന്നായി തുടക്കിടി അങ്ങോട്ട്. പാത്രം കഴുകി കഴിഞ്ഞു. വാടി മര്യാദക്ക് തുടക്കാനും പറഞ്ഞാലും ചെയ്യില്ലേ? എന്തരീ കാണിക്കരുത്, വൃത്തിയാട്ടോ അവളെ. ഉമ്മ, ഞാൻ കുട്ടിയോട് പോവണ്ട. വാ മക്കളെ. മോനെ നിക്കടാ, ഉമ്മ ഒന്ന് പറ. ഓ പിന്നെ പുകയ്ക്കാണ്ട് കത്തിക്ക്. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പിള്ളേരെ, മാമ്പഴമാകട്ടെ. നമുക്ക് വഴിയുണ്ടാക്കാം മക്കളെ. തകർക്കണ്ടോ അവനെ? പൈസ ഇടാതെ നടക്കില്ല. അണിഞ്ഞ വെറുക്കായോണ്ട് കത്താനിട്ടിക്ക. എന്ത് പറ്റിയപ്പാ? വന്ന വഴിയിൽ ഫാസിലാന സലാമിനും കണ്ടു മക്കളെ. ആ പലിശക്കാരൻ്റെ കൂടെ അവളും കൂടി. എന്നിട്ട് നിങ്ങൾ അവള് കൊണ്ടുപോകുന്ന മക്കളെ. പോവില്ലപ്പാ, ഞങ്ങൾ ഉപ്പാനെ വിട്ട് എവിടേക്കും പോവില്ല. മക്കളെ, പലിശക്കാരുടെയും മറ്റുള്ളവരുടെയും ശല്യം സഹിക്കാൻ വയ്യാത്തതിന് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ഫാസിലാക്ക് തട്ടിക്കളിക്കാൻ, മക്കളെ ഇട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തതിന് മക്കളെയും ഞാൻ കൊണ്ട് പോകുന്നു. ഉപ്പ ഇത് നോക്കിയേ. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തു. എന്താ ചെയ്യണത്? എന്താ സംഭവം? സംഭവം എന്താ ചാറിന് കാര്യം എന്താ? എന്താ കാര്യം? എന്താ പറ്റി? എന്റെ ഭർത്താവ് എന്നെ കാര്യം പറയാ. എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യാനിറങ്ങിയതാ ഞാൻ. എൻ്റെ മക്കളെ നോക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ജീവിച്ച് കാണിച്ചേനെ ഞാൻ ഈ ലോകത്ത്. പോരുന്നു എൻ്റെ കൂടെ, എൻ്റെ മക്കൾക്കൊരു ഉമ്മയായി.
അമ്മ. അങ്ങനെ നല്ലൊരു വീടായി, മക്കളൊക്കെ നല്ല നിലയിലുമായി. ഇനിയിപ്പം നിങ്ങളോട് ആരും ഇറങ്ങിപ്പോവാൻ പറയൊന്നുമില്ലല്ലോ. ഇനിയിപ്പം മരിച്ചാലും എനിക്ക് സങ്കടമൊന്നുമില്ല. അങ്ങനെയൊന്നും പറയാതെ. മീൻ വാങ്ങിച്ചിട്ട് വരാം. ആ മോളൊക്കെ വന്നല്ലേ. ആ. വേണ്ട. ടൈമൊന്നും പറഞ്ഞിട്ടില്ലല്ലേ? റോട്ടിലേക്ക് പോയത് മീൻ വാങ്ങാൻ മക്കളൊക്കെ അരിച്ചിട്ടുണ്ട്.